അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണേ തമ്പുരാനെ, നീ ഹാസിലാക്കണേ അല്ലാഹുവേ. ധാരാളം ആളുകൾ പല ഉദ്ദേശങ്ങളായിട്ട് മജ്ലിസിലേക്ക് വിളിക്കുന്നവര്, കമന്റ് സെക്ഷനിൽ എഴുതി ദുആ വസിയത്തുകൾ അറിയിച്ചവര്, അല്ലാഹുവിന്റെ സകലമായ ഹലാലായി മുറാദിനെ നീ ഹസ്സലാക്കണം അല്ലാഹുവേ. നീ കൊയക്കല്ല അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ പരാജയം നൽകല്ല അല്ലാഹ്. വിജയികളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു 7 ആളുകളെ പറ്റിയാണ്. നമ്മൾ തമ്പനിൽ കണ്ടതുപോലെ, നിങ്ങൾ ആ പോസ്റ്റർ കണ്ടതുപോലെ 7 ഔലിയാക്കൾ, 7 ഔലിയാക്കളുടെ ഇവരുടെ പേരുകൾ, ഈ 7 ഔലിയാക്കളുടെ പേരുകൾ നമ്മൾ എഴുതി വെച്ചാൽ, അത് വെച്ച് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. മുഅ്മിനീങ്ങളെ, എല്ലാം നമുക്ക് ലഭിക്കും. ആവശ്യ പൂർത്തീകരണത്തിന് ഇവരുടെ പേരുകൾ, ഈ മഹാന്മാരായ 7 ഔലിയാക്കളുടെ പേരുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആവശ്യങ്ങള്, മല പോലുള്ള ആവശ്യങ്ങള്, മല പോലുള്ള പ്രയാസങ്ങൾ അത് മഞ്ഞു പോലെ അല്ലാഹു ദൂരീകരിച്ചു തരും. ഇത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയ 7 ഔലിയാക്കളാണ്. 7 ഔലിയാക്കൾ, ഇവരുടെ പേരുകൾ എഴുതി വെച്ചാൽ നമുക്കെല്ലാം കൊണ്ട് വലിയ സംരക്ഷണം. നമ്മളെ വീട്ടില്, നമ്മുടെ ജോലിയില്, നമ്മുടെ ബിസിനസ്സില്, നമ്മുടെ മക്കളിൽ, എല്ലാത്തിലും, നമ്മുടെ വാഹനത്തിൽ, എല്ലാത്തിലും അവരുടെ ആ മഹാന്മാരായ ഔലിയാക്കളുടെ കാവലുണ്ടാകും. ആ 7 ഔലിയാക്കളുടെ ചെറിയ രൂപത്തിലുള്ള അവരുടെ ചരിത്രങ്ങളും, ചെറിയ രൂപത്തിലുള്ള ചരിത്രങ്ങളും ഇൻഷാ അല്ലാഹ് ആ 7 ഔലിയാക്കളുടെ പേരുകൾ വെച്ച് ദുആ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടുതലൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ആരാണ് ഔലിയാക്കൾ, ആരാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയ 7 ഔലിയാക്കൾ, അവരെ പേരുകൾ അറിയാത്ത ധാരാളം ആളുകൾ ഉണ്ടാകും. ചരിത്രങ്ങൾ അറിയുന്നവരുണ്ടാകും, അവരെ പറ്റി പഠിച്ചവരുണ്ടാകും. പക്ഷെ അവരുടെ പേരുകൾ അറിയാത്ത ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട്. തങ്ങളെ അറിയാം, ചരിത്രം അറിയാം, പക്ഷേ പേരുകൾ ഞങ്ങൾക്കറിയില്ല. ആ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് ഞങ്ങൾ പാരായണം ചെയ്യാറുണ്ട്, പക്ഷെ പേരുകളില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞിട്ടില്ല. തഫ്സീറുകളിൽ പറഞ്ഞ പേരുകളാണ് 7 പേരുകൾ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഏകാഭിപ്രായത്തിൽ പറഞ്ഞ 7 പേരുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 7 പേരുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ, അല്ലെങ്കിൽ വീട്ടിൽ എഴുതി വെച്ചാൽ വീട്ടിൽ ഒരു കാവലാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ ബിസിനസ്സിൽ എഴുതി വെച്ചാൽ ബിസിനസ്സിന് വലിയ കാവലാണ്. നമ്മുടെ കച്ചവടത്തിൽ എഴുതി വെച്ചാൽ കച്ചവടത്തിന് വലിയ കാവലാണ്. കച്ചവടം വലിയ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. കച്ചവടം ചെയ്യുന്നവർ നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാര് കച്ചവടം ചെയ്യുന്നവരാകാം. ആ പേരുകൾ ബിസിനസ് സ്ഥാപനത്തിൽ 7 പേരുകൾ ഞാൻ പറയാം, അതിങ്ങനെ നോട്ട് ചെയ്താൽ മതി. അത് നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് എഴുതി വെക്കേണ്ട രൂപവും ഞാൻ പറയാം, എല്ലാം ഇൻഷാ അല്ലാഹ് പറയാം. ആ രൂപത്തിൽ നിങ്ങൾ എഴുതി വെച്ചാൽ ബിസിനസ് സ്ഥാപനത്തിൽ വലിയ ഖൈറാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആരെയും തേടി പോകണ്ട.
ബിസിനസ് വലിയ ഡള്ളാണ്, അല്ലെങ്കിൽ കച്ചവടം വലിയ ഡള്ളാണ്, നിങ്ങൾ ആരെയും തേടിപ്പോകണ്ട, എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ട. ഞാൻ പറയുന്ന മഹാന്മാർ കാണിച്ചു തന്ന ഈ രൂപത്തിൽ നിങ്ങൾ എഴുതി വെച്ചാൽ ഈ 7 പേരുകളും ഒരാളുടെ പേരും കൂടി കൂട്ടിച്ചേർത്ത് 8 പേരുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ വലിയ കച്ചവടത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും, ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. വീട്ടിൽ എഴുതി വെച്ചാലോ വീട്ടിൽ വലിയ അപകടങ്ങളിൽ നിന്ന് വലിയ കാവലുണ്ടാകും, മോഷ്ടാക്കളിൽ നിന്ന് വലിയ കാവലുണ്ടാകും. നമ്മുടെ സ്വത്തുക്കൾ എഴുതി വെച്ചാൽ ആ സ്വത്ത് അവരുടെ സംരക്ഷണത്തിലാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. മുത്തുമിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. വേറെന്തെങ്കിലും തെളിവാണോ? ഇൻഷാ അല്ലാഹ്. ആരാണ് ഈ ഔലിയാക്കൾ? ഈ 7 ഔലിയാക്കൾ ആരൊക്കെയാണ്? എങ്ങനെയാണ് ഇവർ ഔലിയാക്കളായി മാറിയത്? എങ്ങനെയാണ് അവർ ഔലിയാക്കളായി മാറിയത്? അവരുടെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിനു മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി ഇൻഷാ അല്ലാഹ് കൺസൾട്ടിംഗ് ഡേറ്റ് ധാരാളം ആളുകളാണ് വിളിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നത്. ഇനി കൺസൾട്ടിംഗ് ഡേറ്റ് ശനിയാഴ്ചയാണ്. ഇനി ബുക്ക് ചെയ്ത് വരേണ്ടത് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയാണ്. ധാരാളം പ്രയാസങ്ങൾ കുടുങ്ങി നിൽക്കുന്നവര്, വലിയ ബുദ്ധിമുട്ടിലും ഇടങ്ങേറിലും അകപ്പെട്ടു പോയ ധാരാളം ആളുകൾ, അല്ലാഹുവേ ഈ വലിയ കാവല് നൽകണേ അല്ലാഹ്. ഈ മഹാന്മാരായ ഔലിയാക്കളെ കാവല് ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഇനി നൽകണേ അല്ലാഹ്, ഉടനീളം നൽകണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിൽ, ഞങ്ങളെ ബിസിനസ്സിൽ അല്ലാഹു, ഞങ്ങളെ വീട്ടില്, ഞങ്ങളെ വാഹനങ്ങളിൽ, ഞങ്ങളെ മക്കളിൽ അല്ലാഹു ഇനി നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി വരേണ്ട ഡേറ്റ് ശനിയാഴ്ചയാണ്. പ്രയാസങ്ങളുള്ള ആളുകൾ, ബുദ്ധിമുട്ടുള്ള ആളുകൾ, നമ്മളിങ്ങനെ മജ്‌ലിസിൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്, തങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്, സിഹർ സംബന്ധമായി ധാരാളം വർഷമായി അതിന്റെ കെണി വലകളിലാണ്, അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, തടസ്സങ്ങളുണ്ട്, ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, പ്രയാസപ്പെടുന്ന ആളുകള്, വീട്ടിലും ഭൂമിയിലുമുള്ള തടസ്സങ്ങൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ, ആ വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകള്, ഓരോരോ കാര്യം എടുത്തു നോക്കിയാൽ ബ്രഹ്മരസസിന്റെ പ്രയാസങ്ങള്, സർപ്പദോഷത്തിന്റെ പ്രയാസങ്ങള്, അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം വിഷയങ്ങളുണ്ട്. അതിലൊക്കെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുമായി സമീപിക്കാറുണ്ട്. തങ്ങൾ ഇത്തരം പ്രയാസങ്ങളുണ്ട്, ഇതിന് വലിയൊരു പരിഹാരം തങ്ങൾ പറഞ്ഞു തരണം, ചെയ്തു തരണം. ഇൻഷാ അല്ലാഹ് അത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നേരിട്ട് വന്ന് കൺസൾട്ടിങ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിങ് ചെയ്യേണ്ട ദിവസം, ഇനി വീട്ടിൽ നോട്ടമുള്ളത് ശനിയാഴ്ചയാണ്. ഈ വരുന്ന ശനിയാഴ്ച ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും. ആരും ബുക്ക് ചെയ്യാതെ വരരുത്. കാരണം വലിയ പ്രയാസമാണ് ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ. ഓരോ ആഴ്ചകളിലും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം ബുക്കിംഗ് ഉണ്ടാകും. അപ്പോൾ ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ദൂരഭാഗങ്ങളിൽ നിന്ന് വരുന്ന സമയത്ത് എല്ലാവരുടെയും ബുക്കിംഗ് സമയം കഴിഞ്ഞ് അവസാനമായിരിക്കും നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനുള്ള സമയം അനുവദിക്കുക. അപ്പോഴേക്കും നിങ്ങളുടെ സമയം ദീർഘിക്കും, പിന്നെ വീട്ടിലേക്ക് മടങ്ങാനും വലിയ പ്രയാസമാകും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു ഞങ്ങൾക്ക് ഇനി തീർത്തു നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഖൈറ് നൽകണേ അല്ലാഹ്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും, എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും അല്ലാഹുവേ നീ നീക്കം ചെയ്യണേ അല്ലാഹ്. നീ ഇബ്താലിയത്ത് ചെയ്യണേ അല്ലാഹ്. നീ ബാത്തിലിയത്ത് ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ആരാണ് എൻ്റെ മുഅ്മിനീങ്ങളായ ഏഴ് ഔലിയാക്കൾ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫ് എല്ലാവരും ഓതുന്നതാണ്. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതല് പ്രബലമായ സുന്നത്തും കൂടിയാണ്. വലിയ സുന്നത്താണ് സൂറത്തുൽ കഹ്ഫിനെ വെള്ളിയാഴ്ച പാരായണം ചെയ്യൽ. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത് 7 ഔലിയാക്കളെ പറ്റിയാണ്. ആരാണ് 7 ചെറുപ്പക്കാർ? 7 ചെറുപ്പക്കാർ എന്റെ മുഅ്മിനീങ്ങളെ, അവര് തുർക്കിയിലെ അഫ്സോസ് പട്ടണത്തിൽ നിന്ന് യാത്ര തിരിച്ച 7 ചെറുപ്പക്കാര്. എങ്ങോട്ടാണ് അവർ യാത്ര തിരിച്ചത്?
എങ്ങോട്ടാണ് അവർ യാത്ര തിരിച്ചത്? ജോർദാനിലെ അമ്മാൻ എന്ന പട്ടണത്തിലേക്കാണ് അവർ യാത്ര തിരിച്ചത്. 7 ചെറുപ്പക്കാർ. എന്താണ് അവരെ പ്രയാസം? അവര് യാത്ര തിരിക്കാനുള്ള കാരണം എന്താണ്? തഖിയാനൂസ് രാജാവ്, തുർക്കി ഭരിച്ച രാജാവായിരുന്നു തഖിയാനൂസ് രാജാവ്. ആ രാജാവ് ബിംബാരാധകനായിരുന്നു. അവര് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ടാണ് അവര് തുർക്കിയിലെ അഫ്സോസ് പട്ടണത്തിൽ നിന്നും എവിടത്തേക്ക്? ജോർദാനിലെ അമ്മാൻ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചത്. ഈ ചെറുപ്പക്കാര്, 7 ചെറുപ്പക്കാര് ഈമാനിന്റെ പ്രബലമായ ഫലം കൊണ്ട്, അടിയുറച്ച ഈമാനുള്ളത് കൊണ്ട്, തുർക്കിയിൽ ഞങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ, ഈ അഫ്സോസ് പട്ടണത്തിൽ ഞങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, ഞങ്ങളെ ഈമാനിന് കോട്ടം സംഭവിക്കും എന്ന ഭയത്തോടുകൂടി അവര് ജോർദാനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ജോർദാനിലെ അമ്മാൻ എന്ന പട്ടണം, അവിടുന്ന് ഒരു 300 മീറ്റർ, ആ അമ്മാൻ എന്ന പട്ടണത്തിൽ നിന്ന് ഒരു 300 മീറ്റർ യാത്ര ചെയ്താൽ ഒരു മലഞ്ചെരുവ് നമുക്ക് കാണാം. ആ മലഞ്ചെരുവിലാണ് അവര് താമസിച്ച ഗുഹ. അവര് താമസിച്ച ഗുഹ, 7 ചെറുപ്പക്കാര് താമസിച്ച ഗുഹ. അതുമാത്രമല്ല, അവരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരോടൊപ്പം കൂടിയ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായയുടെ പേരാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയത് ഖിത്മീർ. ഖിത്മീർ എന്നൊരു നായ. ഇൻഷാ അതൊക്കെ പറഞ്ഞു വരുന്നത്, അവരെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ്, അവരെ പേരും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ പേരുകൾ നമ്മൾ എഴുതി വെച്ചാൽ, നമ്മൾ ചൊല്ലി ദുആ ചെയ്താൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അവരോടൊപ്പം കൂടിയ ഒരു നായയാണ്, ഒരു കർഷകന്റെ ഒരു നായയാണെന്ന് ചില തഫ്സീറിലെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരു കർഷകന്റെ ഒരു നായയാണ്. ചില തഫ്സീറുകൾ പറയുന്നത് അവരോടൊപ്പമുള്ള മുതിർന്ന പ്രായം കൂടിയ ഒരാളുണ്ട്. മക്സിൽ മീന എന്ന് പറയുന്ന പ്രായം കൂടിയ ഒരു ഒരാള്, ഈ അസ്ഹാബുൽ കഹ്ഫിലെ പ്രായം കൂടിയ ഒരാൾ മക്സിൽ മീന, അദ്ദേഹത്തിന്റെ നായാണെന്ന് ചില തഫ്സീറുകൾ നമുക്ക് കാണാം. എന്നാലും ഇൻഷാ അല്ലാഹ് ആ നായയാണ് ഇവരോടൊപ്പം കൂടിയത്. ഇവര് നായയെ കല്ലെറിഞ്ഞു, ആട്ടി ഓടിച്ചു. ആ നായയെ കല്ലെറിഞ്ഞു ഓടിച്ചു. കാരണം നായ എന്താണ്? ഒരു മുഅല്ലഖായ നജസാണല്ലോ എന്ന് വെച്ച് നായ അവര് കല്ലെറിഞ്ഞു ഓടിച്ചു. വീണ്ടും ആ നായ അവരോടൊപ്പം കൂടി. ആ നായ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ നായല്ല, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന നിങ്ങൾക്ക് ഞാൻ കാവലുണ്ടാകുമെന്ന നായ പറഞ്ഞ സമയത്ത് ആ നായ അവരൊപ്പം കൂട്ടി ആ നായ അവർക്ക് കാവലുണ്ടെന്ന് മുഅ്മിനീങ്ങളെ. അതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പലതവണയായിട്ട് പറയുന്നത്, പലതവണയായിട്ട് സൂറത്തുൽ കഹ്ഫിലൂടെ പറഞ്ഞത്. അവരുടെ നായ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പടച്ച തമ്പുരാന് ആ നായ വിശേഷിപ്പിച്ചത് അവരുടെ നായ എന്ന്. മഹാന്മാരോടൊപ്പം കൂടിയപ്പോൾ നായക്ക് വലിയ ദർജ ഉണ്ടായി, അല്ലേ? മഹത്തുക്കളോടൊപ്പം കൂടിയപ്പോൾ നായക്ക് വരെ വലിയ ദർജ ഉണ്ടായി. സ്വർഗത്തിൽ കിടക്കുന്ന ഒരേ ഒരു നായ, അത് അസ്ഹാബുൽ കഹ്ഫിന്റെ ഖിത്മീർ എന്ന് പറയുന്ന ഈ നായയാണ്. ആലോചിച്ചു, നായക്ക് വരെ ഔലിയാക്കളോടൊപ്പം കൂടിയപ്പോൾ വലിയ സ്ഥാനം ഉണ്ടായി. ഇപ്പൊ നമ്മൾ ഔലിയാക്കളുടെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത്, ഔലിയാക്കളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട്, അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് നേട്ടമുള്ളത്? എന്താണ് നേട്ടമുള്ളത്? ഒരു നായക്ക് വരെ ഈ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ഈ മഹത്തുക്കളോടൊപ്പം കൂടിയപ്പോൾ നേട്ടം അല്ലാഹു കൊടുത്തെങ്കിൽ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഏത് മഹാന്മാരെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തു കഴിഞ്ഞാലും ആ ദുആക്ക് വലിയ ഉത്തരം കിട്ടും. അത് ഉറപ്പാണ്. അവരെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, മഹാന്മാരായ ഔലിയാക്കളെ, മഹത്തുക്കളെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് നേട്ടമുണ്ടാകും. അതല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഈ ചരിത്രത്തിലൂടെ നമ്മളെ കാണിച്ചു തന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ പോയാൽ കാണാം ആ നായയുടെ അവശിഷ്ടങ്ങള്, ആ നായയുടെ ശരീരത്തിലെ എല്ലുകൾ നമുക്ക് അവിടെ പോയാൽ കാണാം. ആ മ്യൂസിയത്തിൽ നമുക്ക് പോയാൽ കാണാം. ജോർദാനിലെ അമ്മാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഒരു 300 മീറ്റർ
പോയി കഴിഞ്ഞാൽ ഒരു പർവ്വതം കാണാം. ആ പർവ്വതത്തിലാണ് ആ ഗുഹയും. ഇന്ന് ജോർദാൻ ഗവൺമെന്റ് ഒരു പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്, ഒരു മസ്ജിദ്, മസ്ജിദുൽ കഹ്ഫ് എന്ന് പറയുന്ന ആ മനോഹരമായ ഒരു മസ്ജിദ് നമുക്ക് കാണാം. പോയവർ കണ്ടിട്ടുണ്ടാകും, ജോർദാനൊക്കെ സന്ദർശിച്ചവർ കണ്ടിട്ടുണ്ടാകും. അസ്ഹാബുൽ കഹ്ഫിന്റെ ആ ചരിത്രം, ആ യുവാക്കളാണ് മുഅ്മിനീങ്ങളെ, യുവാക്കളായിരുന്നു. അങ്ങനെ 8 ആളുകള്, 7 ചെറുപ്പക്കാരും അവരോടൊപ്പം കൂടിയ ആ നായും, അവർക്ക് കാവൽ നിന്ന ആ നായും 8 ആളുകളാണ്. 8 ആളുകളെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഈ 8 ആളുകളുടെ പേര് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. എന്നിട്ട് ഈ പേര് എഴുതി വെച്ചാലുള്ള നേട്ടങ്ങൾ, ഈ പേര് വെച്ച് ദുആ ചെയ്താലുള്ള നേട്ടങ്ങൾ, ഈ പേര് ഹൃദയത്തോട് ചേർത്ത് വെച്ചാലുള്ള നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഒന്നാമത്തെ പേര് ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഒന്നാമത്തെ പേര് മഖ്സുൽ മീന. ഒന്നാമത്തെ ആള്, അവരിൽ പ്രായം കൂടിയ ആളായിരുന്നു, ഒരു ആട്ടിടയനായിരുന്നു എന്നൊക്കെ തഫ്സീറിൽ കാണാം. ഈ മഖ്സുൽ മീന എന്ന ഈ മഹാൻ. രണ്ടാമത്തേത് യംലീഹ. തംലീഹ എന്നും നമുക്ക് പറയാം, യംലീഹ എന്നും പറയാം. യംലീഹ. മൂന്നാമത്തെ ആള് മുഹ്സി മീൽ നീന. എന്ത്? അത് കുറച്ച് കട്ടിയുള്ള പേരാണ്. മുഹ്സി മീൽ നീന, അങ്ങനെ തന്നെ. മുഹ്സി മീൽ നീന, ഈ ഒരു പേര്. മൂന്നാമത്തെ ആള് പഠിച്ചില്ലേ? മുഹ്സി മീൽ നീന. നാലാമത്തെ ആള് മർത്തൂഷ്. അഞ്ചാമത്തെ ആള് കശൂതൂഷ്. ആറാമത്തെ ആള് ബൈറൂനുസ്. ഏഴാമത്തെ ആള് ദീൻമൂസ്. എട്ടാമത്തത് ആ നായുടെ പേരാണ് കിത്മീർ. അത് മാത്രമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയപ്പെട്ട പേര് കിത്മീർ. കിത്മീർ എന്നൊരു നായ സ്വർഗത്തിലാണെങ്കിൽ മുഅ്മിനീങ്ങളെ, കിത്മീർ എന്നൊരു നായ സ്വർഗത്തിലാണെങ്കിൽ ഞമ്മക്കും സ്വർഗം നേടാം. മഹാന്മാരുടെ കൂടെ അവരോടൊപ്പം ജീവിച്ചു കഴിഞ്ഞാൽ, പണ്ടുള്ള ആളുകൾ പറയുന്നത് കാണാം, ചാരിയാൽ ചാരിയത് മണക്കും. ഈ കിത്മീർ എന്നൊരു നായ എപ്പോഴും നമുക്കൊരു പാഠമാണ്. ഈ ഒരു നായ സ്വർഗത്തിലെത്താനുള്ള കാരണം, ഈ മഹാന്മാരോടൊപ്പം അവർ നടന്നു, ഈ മഹാന്മാരോടൊപ്പം അവർ കാവൽ നിന്നു എന്നതിന് കാരണത്താലാണ് കിത്മീർ എന്ന നായക്ക് അള്ളാഹു സ്വർഗം കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ മഹാന്മാരോടൊപ്പം കൂടിയാൽ, അവരെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ, അവിടെ പോയി ദുആ ചെയ്തു കഴിഞ്ഞാൽ, ആ മഹാന്മാരുടെ ഒരു സഹായം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, എന്നെ മുഅ്മിനീങ്ങളെ, എവിടെയും നമ്മൾ പരാജയപ്പെടൂല. ഈ 8 പേരുകൾ ഇൻഷാ അല്ലാഹ് എഴുതി വെക്കേണ്ട രൂപം ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നടുവിലായിട്ട് നമുക്ക് അതിൻ്റെ ഒക്കെ ഒരു ഫ്രെയിം നമുക്ക് വലിയ വലിയ മക്കാമിന്റെ സ്ഥലങ്ങളിൽ നിന്ന് ഈ ഫ്രെയിം വിൽക്കുന്ന കടകളിൽ നമുക്ക് കിട്ടും. കിത്മീറിന്റെ കളം ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നടുവിലായിട്ട് നമുക്ക് വേണമെങ്കിൽ വരക്കും ചെയ്യാം, ഇതുപോലെ വരക്കാം. നടുവിലായിട്ട് കിത്മീർ എന്ന് എഴുതുക. പിന്നെ ഈ 7 ആളുകളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഈ 7 ആളുകളുടെ പേര് റൗണ്ടിൽ ഇങ്ങനെ എഴുതുക. ഇൻഷാ അല്ലാഹ് ഞാനിത് എഴുതിയതുപോലെ ഇൻഷാ അല്ലാഹ് എഴുതി സൂക്ഷിക്കുക. ബിസിനസ് സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുക. കച്ചവടത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും. വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളിൽ തൊട്ട് വലിയ കാവലുണ്ടാകും. കള്ളന്മാരെ ശല്യം ഉണ്ടാവൂല. വീട് നമുക്ക് ഭദ്രമായിട്ട് ഇവരുടെ കാവലിൽ, ഈ മഹാന്മാരായ ഔലിയാക്കളുടെ കാവലിൽ നമുക്ക് വീട് എങ്ങോട്ട് നമുക്ക് പൂട്ടിപ്പോകാം. ഈ മഹാന്മാരുടെ കാവലുണ്ടാകും. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇത് എഴുതി വെക്കാം. സ്വത്ത് നഷ്ടപ്പെടൂല. ഒന്നാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണിയത്, ഒന്നാമതായിട്ട് ഈ പേരാരെങ്കിലും പറഞ്ഞ് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആവശ്യ പൂർത്തീകരണം ഉണ്ടാകും. എന്ത് ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു നിറവേറ്റി തരും. എന്റെ മുഅ്മിനീങ്ങളെ, ആവശ്യ പൂർത്തീകരണത്തിന് പറ്റിയ പേരാണ് മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ഈ പേര്. രണ്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണുകയാണ്.
വാഹനങ്ങളിൽ നിന്ന് വലിയ സംരക്ഷണം, അപകടങ്ങളിൽ നിന്ന്, ആക്സിഡന്റ് അപകടങ്ങളിൽ നിന്ന് വലിയ സംരക്ഷണം ഉണ്ടാകും. നമ്മൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുകയാണ്, വാഹനത്തിൽ എഴുതി വെക്കാം, വാഹനത്തിൽ എഴുതി വെക്കാം. വലിയ ആക്സിഡന്റ് പോലുള്ള ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ആക്സിഡന്റുകളാണ്, വലിയ വലിയ ആക്സിഡന്റുകളാണ്, വലിയ വലിയ അപകടങ്ങളാണ്. അതിൽ നിന്ന് വലിയ കാവലും വലിയ സംരക്ഷണം ഉണ്ടാകും. മൂന്നാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണുന്നത് വസ്തു, ഏത് വസ്തുവാണെങ്കിലും നമ്മുടെ വസ്തുവാണ്, എന്ത് വസ്തുവാണെങ്കിലും ആ വസ്തുവിന്റെ മുകളിൽ എഴുതി വെച്ചാൽ ആ വസ്തു മോഷ്ടിക്കപ്പെടുകയില്ല. എന്ത് വസ്തുവാണെങ്കിലും, സ്വർണ്ണാഭരണങ്ങള് അല്ലേ, മോഷ്ടിക്കപ്പെടേണ്ട വസ്തുക്കള്, വാഹനങ്ങള്, എന്ത് വസ്തുവാണെങ്കിലും ആ വസ്തു മോഷ്ടിക്കപ്പെടുകയില്ല, കള്ളന്മാര് മോഷ്ടിക്കപ്പെടുകയില്ല. നാലാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എന്നാണ് വീടിന്റെ മുകളിൽ എഴുതി വെച്ചാൽ, വീട്ടിൽ എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ വീട്ടിൽ അതിന്റെ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ, വാതിലിന്റെ മുകളിലൊക്കെ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അവിടെ തീപിടുത്തുമ്പോഴുള്ള അപകടങ്ങൾ ഉണ്ടാവൂല, അപകടങ്ങൾ ഉണ്ടാവൂല. ഗ്യാസ് പൊട്ടിത്തെറിക്കുക. ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കിച്ചൺ ഭാഗങ്ങളിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ, അല്ലെങ്കിൽ തീപിടുത്തങ്ങള്, വലിയ അപകടങ്ങളും മുസീബത്തുകളും നമ്മളെ വീട്ടിലുണ്ടാവൂല. ഈ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ പേരുകൾ എഴുതി വെച്ചാൽ. പിന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അഞ്ചാമതായിട്ട് എണ്ണുകയാണ് വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത തലവേദന, ചുമ ഉണ്ടായിക്കഴിഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് പറഞ്ഞ് ദുആ ചെയ്ത് മന്ത്രിച്ചാൽ ആ പനി അവിടെ മാറും. ആ പനിക്കും ആ തലവേദനക്കും വലിയ ശിഫാ അല്ലാഹു നൽകും. അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് കയ്യിൽ മന്ത്രിക്കുക, എന്നിട്ട് തല മുതൽ കാല് വരെ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് ഒഴിഞ്ഞെടുക്കുക, മന്ത്രിച്ചെടുക്കുക. പനിയും തലവേദനയും അല്ലാഹു ശിഫയാക്കി തരും, എന്ത് രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരും. ഏഴാമതായിട്ട് നഷ്ടപ്പെട്ടു പോയ കാര്യം തിരിച്ചു കിട്ടാൻ, നമ്മളെ ക്യാഷ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി, എന്ത് കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഫയല്, ലൈസൻസ്, എന്ത് കാര്യമായിക്കോട്ടെ നഷ്ടപ്പെട്ടു പോയാൽ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് പറഞ്ഞ് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ സാധനം നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ എട്ടാമതായിട്ട് പൈശാചികമായ ഉപദ്രവമുള്ള ആളുകള് അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് പറഞ്ഞ് ദുആ ചെയ്താൽ എന്ത് ഉപദ്രവങ്ങളും, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, സിഹർ പോലുള്ള, കണ്ണേറ് പോലുള്ള, നാപ്പോര് പോലുള്ള എന്ത് പൈശാചികമായ ഉപദ്രവങ്ങളായിക്കോട്ടെ അത് ബാത്തില്, ഇബ്താലിയത്ത്, ഇബ്താലാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, അത് ബാത്തിലാകും, അത് ബാത്തിലാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒമ്പതാമതായിട്ട് സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മളെ ഭൂസ്വത്തായിക്കോട്ടെ, എന്ത് സ്വത്തായിക്കോട്ടെ അത് നഷ്ടപ്പെടാതിരിക്കാൻ അതിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് എഴുതി വെക്കുക. 11ാമത്തത് ബുദ്ധിശക്തി ഉണ്ടാവാൻ അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് എപ്പോഴും നമ്മള് നാവുകളിൽ മന്ത്രിക്കുക. എപ്പോഴും അസ്ഹാബുൽ കഹ്ഫിന്റെ പേരുകൾ മന്ത്രിക്കുക, എപ്പോഴും ചൊല്ലുക. ബുദ്ധിയിൽ വലിയ വർധന ഉണ്ടാകും, ബുദ്ധിശക്തി ഉണ്ടാകും, ഓർമ്മശക്തി ഉണ്ടാകും. പഠിക്കാൻ മോശമുള്ള കുട്ടികള് അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് പറഞ്ഞ് മന്ത്രിക്കും. കുട്ടികൾക്ക് പഠനത്തിൽ വലിയ മോശമാണ്, അല്ലെങ്കിൽ ബുദ്ധിയിൽ വലിയ മോശമാണ്, പഠിക്കുന്നത് തിരിയുന്നില്ല, അത് ബൈഹാട്ടാക്കാൻ കഴിയുന്നില്ല, ഹിഫ്ളാക്കാൻ കഴിയുന്നില്ല, അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് പറഞ്ഞ് മന്ത്രിക്കും. അവസാനമായി 12ാമത്തത് യാത്രയിൽ വലിയ കാവലുണ്ടാകാൻ. ഏത് യാത്രയാണെങ്കിലും നമ്മൾ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാണ്, അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് പറയാം. വലിയ കാവൽ, എല്ലാത്തിനും വലിയ കാവലാണ്. നിങ്ങളെ 7 പേരുകൾ, 8 പേര്, മത്മീർ എന്ന നായ ഉൾപ്പെടുത്തി 8 പേരുകൾ നമ്മളെപ്പോഴും ചൊല്ലിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതി വെച്ച് കഴിഞ്ഞാൽ വലിയ, എല്ലാത്തിനും വലിയ കാവലാണ്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ പേര് മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു പേരിനെ ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഇതുകൊണ്ട് അമലെടുക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നീ ഭാഗ്യം അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ 5:30 സയ്യിദിയ മജ്ലിസ് ആരും മറന്നു പോകരുത്. എന്നും രാവിലെ 5:30 വലിയ ദിക്ർ ചൊല്ലി
ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസ് എല്ലാവരും പങ്കെടുക്കാൻ കഴിയുന്നവരെല്ലാവരും പങ്കെടുക്കുക. അതിലൊരു അംഗമാകുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.